മാംഗല്യം. ജാൻവി ഹോസ്പിറ്റലിൽ പോയതും സ്കാനിങ്ങിന്റെ വിവരവുമൊക്കെ അറിയുവാൻ വേണ്ടി എല്ലാവരും മാറി മാറി വിളിക്കുകയാണ്. അവരോടൊക്കെ സന്തോഷത്തോടെ ബേബി പെർഫെക്റ്റ്ലി ഓക്കെയാണെന്ന കാര്യം അവർ പങ്കുവച്ചു. ലഞ്ച് കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുകയാണ് ജഗൻ. ശോ, ഇന്നിനി പോണോ ജഗൻ? ജാൻവി അവന്റെ പിന്നാലെ നടന്ന് ചോദിക്കുന്നുണ്ട്. പോണം ജാനി. നാളെ എന്തായാലും തന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ എനിക്ക് ലീവ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഹാഫ് ഡേ ഡ്യൂട്ടി കളയാൻ പറ്റില്ല. ഇന്ന് പോയേ പറ്റൂ. ജഗൻ പറഞ്ഞു. "ഉം, പോയിട്ട് നേരത്തെ വരുമോ?" "അതൊന്നും പറയാൻ പറ്റില്ലടോ. പിന്നെ തിരക്കില്ലെങ്കിൽ ഞാൻ 5 മണിയാകുമ്പോൾ എത്തും." ഇപ്പോഴായിട്ട് ജാൻവിയുടെ സ്വഭാവത്തിൽ നേരിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആള് കൂടുതൽ സെൻസിറ്റീവ് ആയതുപോലെ ജഗൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പഴയ ബോൾഡ്നെസ് ഒന്നും ഇല്ലാതെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പരിഭവം കാണിക്കുകയും താനൊന്ന് ഉറക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ കണ്ണു നിറയുകയും ചെയ്യുന്ന ഒരു ജാൻവിയായി അവൾ മാറിയിരിക്കുന്നു. ഇത് പ്രഗ്നൻസി സമയത്തെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്നതായിരിക്കുമെന്ന് ജഗൻ മനസ്സിൽ കരുതി. ജാൻവി, നീ അത്യാവശ്യം വീട്ടിൽ ഒരാഴ്ച നിൽക്കാൻ ആവശ്യമായ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. നാളെ തന്നെ നമുക്ക് പോകാം. ജഗൻ എടുത്തു പറഞ്ഞതും ജാൻവിക്കെന്തോ വല്ലായ്മ തോന്നി. അവൾ തലകുലുക്കി. ജഗൻ പോയിട്ടും ആലോചനയോടെ ഏറെ നേരം ജാൻവി ലിവിംഗ് റൂമിലിരുന്നു. എന്തുപറ്റി? എന്താ കാര്യമായ ആലോചനയാണല്ലോ? മിഥു ചോദിച്ചു. ഏയ്, ഒന്നുമില്ല മിഥു. കണ്ടിട്ട് നാളെ ഏട്ടനെ വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന്റെ വിഷമമാണെന്ന് തോന്നല്ലോ. മിഥു വീണ്ടും പറഞ്ഞപ്പോൾ ജാൻവിയോട് ദേഷ്യത്തോടെ നോക്കി മുഖം തിരിച്ചു. മിഥു ചിരിയോടെ അവളുടെ തോളിലൂടെ കൈയിട്ട് അരികിലേക്ക് ചേർന്നിരുന്നു. എന്തായിരുന്നു? പണ്ടെന്റെ ഏട്ടനെ കയ്യിൽ കിട്ടിയാൽ അരച്ചു കലക്കി കുടിക്കുമെന്ന് പറഞ്ഞ് നടന്നവളാ. എന്നിട്ട് നീ ഇപ്പൊ നോക്ക്, ഏട്ടനെ വിട്ട് പിരിഞ്ഞു പോകാൻ വിഷമമായിട്ടിരിക്കുന്നു. മിഥു കളിയാക്കി. ഒരിക്കൽ നീ എൻ്റെ ഏട്ടനെ സ്നേഹിക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. പക്ഷെ ഇത്രയും സ്നേഹിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. മിഥു പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ജാനിയും ചിരിയോടെ അതൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. മുഖത്ത് തെളിഞ്ഞു വന്ന ചിരി മിഥു കാണാതിരിക്കാനായി അവൾ മുഖം കൈവെള്ളയിലേക്ക് പൂഴ്ത്തി. അയ്യടാ, പെണ്ണിന്റെ ഒരു ചിരി കണ്ടില്ലേ? പറഞ്ഞുകൊണ്ട് മിഥു ജാൻവിയെ ചേർത്ത് പിടിച്ചു. നിങ്ങൾ എന്നും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കണം. മിഥു പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജാനി ഒന്ന് വിശ്രമിക്കാനായി മുറിയിലേക്ക് പോയി. കിടന്നെഴുന്നേറ്റപ്പോഴേക്കും ലഞ്ചിന്റെ സമയമായി. ആഹാരമൊക്കെ കഴിച്ച് ഉച്ചമയക്കവും കുളിയും കഴിഞ്ഞ ശേഷമാണ് അവൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങിയത്. വൈകിട്ട് ജഗൻ വന്നപ്പോഴും വലിയ മൈൻഡൊന്നുമില്ലാതെ നിൽക്കുവാണ് ജാൻവി. അവളുടെ പരിഭവത്തിന്റെ കാരണം അറിയാവുന്നതുകൊണ്ട് ജഗൻ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. ജാൻവിയുടെ പിന്നാലെ ചെന്നു. ഡോറ് ക്ലോസ് ചെയ്ത ശേഷം അവൻ ജാൻവിയെ പിടിച്ച് തന്റെ മടിയിലേക്ക് ഇരുത്തി. എന്താ ജാൻവി തന്റെ പ്രശ്നം? ജഗൻ ചോദിച്ചുവെങ്കിലും ജാൻവി മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെറുതെ കിടന്നു. ജഗൻ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മറ്റേ കൈകൊണ്ട് അവളുടെ വയറിൽ മെല്ലെ തലോടി. നമ്മുടെ ജൂനിയർ എന്തു പറയുന്നു? ജഗൻ ചോദിച്ചിട്ടും ജാൻവി പിന്നെയും ഒന്നും മിണ്ടിയില്ല. എങ്കിൽ പിന്നെ ഞാൻ അങ്കിളിനെ വിളിച്ചു പറയാം, നിന്നെ ഞാൻ വിടുന്നില്ലെന്ന് ജഗൻ തമാശയായി പറഞ്ഞു. ജഗൻ അവളെ കട്ടിലേക്ക് ഇരുത്തിയ ശേഷം ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോൾ ജാൻവി അവൻ്റെ കൈ കയറി പിടിച്ചു. വേണ്ട ജഗൻ, അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ജാൻവി അവനെ തടഞ്ഞു. പിന്നെന്തിനാ എൻ്റെ മുമ്പിൽ ഇങ്ങനെ മുഖമൊക്കെ വല്ലാതാക്കി താല്പര്യമില്ലാത്ത പോലെ നിൽക്കുന്നത്? ജഗൻ ചോദിച്ചു. അത് പിന്നെ എനിക്കറിഞ്ഞൂടാ ജഗൻ. കുറച്ച് ദിവസങ്ങളായി എന്തൊക്കെയോ സങ്കടം പോലെ. ജാൻവി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ജഗന് കാര്യം മനസ്സിലായി. അവൻ അവളെ ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, അതിതാ ഇങ്ങനെ കണ്ണടിച്ച് തുറക്കുമ്പോൾ തീരും. ജഗൻ പറഞ്ഞപ്പോൾ അവൾ ചെറു ചിരിയോടെ അവനെ നോക്കി. അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള ഈ മൊമെന്റ് താനും ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? അത് ദൈവം നടത്തി തന്നു. അത്രയും കരുതിയാൽ മതി പെണ്ണെ. അവൻ മെല്ലെ അവളുടെ കൈത്തണ്ടയിൽ വിരലൊടിച്ചുകൊണ്ട് പറയുകയാണ്. ജഗനും കൂടി അവിടേക്ക് വരാമോ? അത് ശരിയാവില്ല ജാനി. അതെന്താ ജഗൻ? പ്ലീസ്, ഒരാഴ്ച അവിടെ നിൽക്കൂന്നേ. ഇല്ല ജാനി, അതേതായാലും ഇല്ല. നീ പോയി കുറച്ച് ദിവസം നിന്നിട്ടോ. പിന്നെ ഇടയ്ക്ക് സമയം പോലെ ഞാനങ്ങോട്ട് ഇറങ്ങാം. അപ്പൊ എങ്ങനെ, പോവില്ലേ? ജഗൻ ചോദിച്ചതും ജാൻവി തലകുലുക്കി. നാളെ മിഥുവും വരുന്നുണ്ടെന്ന്. അവളെ മാണിക്യമംഗലത്താക്കണമെന്നും ജാൻവി പറഞ്ഞു.
അവൾ ഇനി കുറച്ച് ദിവസം അവിടെ നിന്നോളാമെന്ന് പറഞ്ഞ കാര്യം ജഗനെ അറിയിച്ചു. ആണോ? എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. ജഗനും സമ്മതിച്ചു. ജഗൻ കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ ജാനിയും മിതുവും ഹോളിലുണ്ട്. മിതു, നീ നാളെ പോവാണോ? അതെ ഏട്ടാ. ജാനി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് നിൽക്കാനൊരു മടി പോലെ. എങ്കിൽ പിന്നെ നീ പൊയ്ക്കോ. നിന്നെ കാണാഞ്ഞിട്ട് അവിടെ എല്ലാവർക്കും ഭയങ്കര വിഷമമാണെന്ന് മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞു. ഒന്ന് പോയേട്ടാ, വെറുതെ കളിയാക്കാതെ. മിതു മുഖം വീർപ്പിച്ചു. എടീ, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ സ്റ്റേഷനിൽ പോകും വഴി മുത്തശ്ശൻ എന്നെ വിളിച്ചു പറഞ്ഞതാ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ വിശ്വസിക്കേ. അങ്ങനെ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന ശേഷം എല്ലാവരും കിടക്കാൻ വേണ്ടി പോയി. പിറ്റേ ദിവസം കാലത്തെ തന്നെ ജഗൻ ഉണർന്നു. അവൻ ജാനിയെ വിളിച്ചുണർത്തി. ഡോ, പോകണ്ടേ ഇന്ന്? എണീറ്റോളൂ. അവൻ വിളിച്ചതും ജാനി കണ്ണും തിരുമ്മി എണീറ്റു. പിന്നീട് വേഗം തന്നെ ഫ്രഷായിട്ട് ഇറങ്ങി വന്നു. ജാനിയും മിതുവും ബാഗൊക്കെ പാക്ക് ചെയ്ത് ബിന്ദു ചേച്ചിയോട് യാത്ര പറഞ്ഞു. ജഗൻ മാത്രമേ വീട്ടിലുണ്ടാകൂ എന്നതുകൊണ്ട് ബിന്ദു ചേച്ചിയോടും തിരികെ മാണിക്യമംഗലത്തേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞിരുന്നെങ്കിലും ജഗന്റെ ഭക്ഷണകാര്യം ഓർത്ത് അവർ പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ജാൻവിയും മിതുവും സന്തോഷത്തോടെ അവരവരുടെ വീടുകളിലേക്ക് പോകാൻ തയ്യാറെടുത്തു. ആദ്യം മിതുവിനെ മാണിക്യമംഗലത്ത് വിട്ടിട്ട് ശേഷം അവിടെ നിന്ന് ജാനിയും കൊണ്ട് ജഗൻ അവളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെയായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. ജാൻവിയും മിതുവും വണ്ടിയിൽ കയറിയ പാടെ തുടങ്ങിയ ഉറക്കമാണ്. ജഗനാണെങ്കിൽ ജാൻവിക്ക് അധികം സ്പീഡിലൊന്നും യാത്ര ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ സാവധാനമാണ് വണ്ടി ഓടിക്കുന്നത്. പോരാത്തതിനിടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ നിർത്തും. അങ്ങനെ ഏകദേശം ഉച്ചയായപ്പോഴേക്കുമാണ് അവർ മാണിക്യമംഗലത്ത് എത്തിയത്. ജഗനും ജാൻവിയും വരുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി കാത്തിരിപ്പോടെ ഉമ്മർത്ത് നിൽക്കുവാണ് പാർവതി. അവർ മാത്രമല്ല, സേതുനാഥനും പത്മയും എല്ലാവരും ഉണ്ട്. ജഗന്റെ കാറ് മാണിക്യമംഗലത്തെ മുറ്റത്തേക്ക് ചെന്ന് കയറുമ്പോൾ പാർവതി ആവേശത്തോടെ അവർക്കരികിലേക്ക് ഓടിയെടുത്തു. ജാൻവിയും മിതുവും ബാക്കിൽ ഉറക്കത്തിലായിരുന്നു. ജഗനാണ് വണ്ടി നിർത്തിയ ശേഷം അവരിരുവരെയും തട്ടി വിളിച്ചുണർത്തിയത്. കണ്ണ് തുറക്കുമ്പോൾ കോവിലകം എത്തിയെന്ന് കണ്ടതും ഇരുവരും അതിശയത്തോടെ പരസ്പരം നോക്കി. ഇത്രയും സമയം തങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയോ എന്നായിരുന്നു അവർ ചിന്തിച്ചത്. ജാൻവിയുടെ മുഖത്ത് ക്ഷീണം നന്നായി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. പാർവതി വേഗം ഓടിച്ചെന്ന് ജാൻവി ഇരുന്ന ഭാഗത്തെ ഡോർ തുറന്നു. ക്ഷീണത്തോടെ ജാൻവി പുറത്തേക്കിറങ്ങിയതും അവരവളെ ചേർത്ത് പിടിച്ചു. എന്തു പറ്റുമോളെ? മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ടല്ലോ. നിന്റെ കണ്ണൊക്കെ കുഴിഞ്ഞു. നീ ഒന്നും കഴിച്ചില്ലേ? ഒരുപാട് ദൂരം യാത്ര ചെയ്തതിൻ്റെ ആകും ആൻറ്റി. വരൂ, അകത്തേക്ക് കയറൂ. കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമ്പോൾ മാറും. ജാൻവിയുടെ കയ്യിലിരുന്ന അവളുടെ ഹാൻഡ് ബാഗ് വാങ്ങിപ്പിടിച്ച് പാർവതി പതിയെ അവളെ അകത്തേക്ക് കയറ്റി. പാർവതിയുടെ കൈയും പിടിച്ചാണ് ജാൻവി വീണ്ടും മാണിക്യമംഗലത്തിന്റെ പടികൾ കയറിയത്. ആ കാഴ്ച കണ്ട് ജഗൻ ചിരിയോടെ നോക്കി നിന്നു. എല്ലാവരും ജാൻവിയോട് സുഖവിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. പിന്നാലെ മിതു അകത്തേക്ക് കയറി. അമ്മ എന്നെയൊന്നും മൈൻഡ് ചെയ്തതുപോലും ഇല്ലല്ലോ. ജാൻവിയെ കൊണ്ട് അകത്തേക്ക് പോകുന്ന പാർവതിയെ നോക്കി മിതു പരിഭവം പറഞ്ഞതും പാർവതി ചെന്ന് മിതുവിനെയും പിടിച്ച് അവളെയും അകത്തേക്ക് കൊണ്ടുപോയി. എല്ലാവരും ചിരിയോടെ ആ കാഴ്ച നോക്കി നിന്നു. ജേട്ടാ, നാളെ നമുക്ക് 3 പേർക്കും കൂടി പുറത്തൊക്കെ ഒന്ന് പോയാലോ? മാനസയാണ് ചോദിക്കുന്നത്. അതിനെന്താ, പോകാലോ? ജേനു ഉത്സാഹത്തോടെ പറഞ്ഞു. പിന്നെ പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ അയാൾ അല്പനേരം ആലോചനയോടെ ഇരുന്നു. അയ്യോ, നാളെ പറ്റില്ല മാനസി. നാളെ എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഷോ, മാനസിയുടെ മുഖം വാടി. അതിനെന്താ, മോള് കുറച്ച് ദിവസം കൂടി കാണുമല്ലോ ഇവിടെ. നമുക്ക് മറ്റൊരു ദിവസം പോകാം. അങ്ങനെയല്ല ചേട്ടാ, ചില കാര്യങ്ങളെ പിന്നത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല. എങ്കിലൊരു കാര്യം ചെയ്യാം. ചേട്ടൻ മീറ്റിംഗ് കഴിഞ്ഞ് എപ്പോൾ എത്തും? എൻ്റെ മീറ്റിംഗ് ഒരു ഉച്ചയോടെ കഴിയും. ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങാം. ഞങ്ങളൊരു കറക്കമൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ മാളിൽ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചേട്ടൻ വന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്താൽ അതും ഓക്കെയാണോ? ഡബിൾ ഓക്കെ. 2 കൈയിലും തംസപ്പ് സിമ്പൽ കാണിച്ചുകൊണ്ട് ജയൻ പറഞ്ഞപ്പോൾ മാനസിയും ജാൻവിയും ഒരു ചിരിയോടെ അയാളെ നോക്കി. വൈകുന്നേരത്തോടെയായിരുന്നു ജാനിയെ വീട്ടിലാക്കി ജഗൻ മടങ്ങിപ്പോയത്. അവൻ പോയപ്പോൾ മുതൽ ജാനിക്ക് സങ്കടമുണ്ട്. എന്നാലും അച്ഛൻ്റെയും അമ്മയുടെയും കരുതലും സ്നേഹവും കാണുമ്പോൾ അവൾക്ക് മനസ്സ് നിറയുകയായിരുന്നു. അച്ഛമ്മയെ കാണാൻ വേണ്ടി അവൾ മുറിയിലേക്ക് ചെന്നപ്പോഴാണ് അച്ഛമ്മയെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിലാക്കിയ കാര്യങ്ങൾ മാനസി പറഞ്ഞത്. അതുകൂടി കേട്ടപ്പോൾ അവൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വിധം സന്തോഷം തോന്നി. ഒപ്പം അവളുടെ ശത്രുക്കളായിരുന്ന
ഒരു സ്റ്റാഫ് പോലും അവിടെ ഇല്ലെന്ന് കണ്ടതും സന്തോഷം ഇരട്ടിച്ചു. അച്ഛനും അമ്മയ്ക്കും ഒപ്പം പുറത്തിരുന്ന സമയങ്ങളിലൊക്കെ ജാൻവി ജഗന്റെ ഓർമ്മകളിൽ നിന്നും വിട്ടുനിന്നു. പക്ഷേ തിരികെ വീണ്ടും വീട്ടിലേക്ക് കയറിയപ്പോൾ ഉള്ളിലെ മടുപ്പിക്കുന്ന ഏകാന്തതയിൽ അവൾക്ക് ജഗനെ ഓർമ്മ വന്നു. രാത്രി ഭക്ഷണവും കഴിച്ച് തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം വരാതെ കിടക്കുകയാണവൾ. ജഗനിപ്പോ എന്ത് ചെയ്യുമായിരിക്കും? ആഹാരം കഴിച്ചിട്ടുണ്ടാവുമോ? ഉറങ്ങിയിട്ടുണ്ടാവുമോ? ഇടയ്ക്കിടയ്ക്ക് ജാൻവിയുടെ മിഴികൾ അലസമായി ഫോണിന് നേർക്ക് നീളുന്നുണ്ട്. ഫോണിൽ 11 മണിയെന്ന് കണ്ടതും ജാൻവി അവനെ വിളിക്കാനൊന്നും മടിച്ചു. പിന്നെ ഇനിയും ആ ശബ്ദം കേട്ടില്ലെങ്കിൽ താൻ ഉരുകി ഒലിച്ച് ഇല്ലാതായി പോകുമെന്ന് തോന്നിയ നിമിഷത്തിൽ അവൾ ഫോണെടുത്ത് ജഗനെ കോൾ ചെയ്തു. ഒരു ബെല്ലടിച്ച് തീരും മുമ്പേ മറുവശത്ത് കോൾ എടുക്കപ്പെട്ടു. ജാൻവിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഹലോ, ജഗൻ ഉറങ്ങിയില്ലേ? ജാൻവി അവൻ കോൾ എടുത്തപാടെ ചോദിച്ചു. ഇല്ലടോ, ഞാനിങ്ങനെ ഉറക്കം വരാതെ തന്നെ ആലോചിച്ചിരിക്കുമായിരുന്നു. ജഗനത് പറഞ്ഞതും ജാൻവിയുടെ ചുടികളിൽ ഒരു മനോഹരമായ പുഞ്ചിരി വിടർന്നു. ശരിക്കും എന്നെപ്പറ്റി എന്താ ആലോചിച്ചത്? താനും ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതിപ്പോ പെട്ടെന്നങ്ങ് ശൂന്യമായി പോയതുപോലെ എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നു. ജഗനത് പറഞ്ഞു നിർത്തിയതും നിമി നേരം കൊണ്ട് ജാൻവിയുടെ മിഴികൾ നിറഞ്ഞു. കൺകോണിൽ നിന്നൊരു ഉറവ പൊട്ടിത്തുടങ്ങി. അവളുടെ കവിളുകളെ ചുംബിച്ചത് താഴേക്ക് ഒഴുകിയിറങ്ങിയതും ജഗന് മനസ്സിലായി ജാൻവി കരയുവാണെന്ന്. എന്തുപറ്റി ജാനി, ഞാൻ വരണോ? അവന്റെ സ്വരത്തിൽ ആകുലത. ഏയ് വേണ്ട ജഗൻ, ഞാൻ ഞാൻ വെറുതെ. സാരമില്ല, താൻ കിടന്നോ. 2 ദിവസം കഴിയുമ്പോഴേക്കും ഞാനങ്ങ് വരാം. എന്നിട്ട് തന്നെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോരാം. അതൊന്നും വേണ്ട. അച്ഛനും അമ്മയ്ക്കും ഞാൻ വന്ന വലിയ സന്തോഷാ. ഇന്നവരെന്നോട് ഒരുപാട് നേരം വർത്താനം പറഞ്ഞു. പിന്നെ അമ്മ പറഞ്ഞു നാളെ എന്നെ പാർക്കിലൊക്കെ കൊണ്ടുപോകാം, ബീച്ചിൽ പോകാം, അങ്ങനെ കുറെ ഓഫറൊക്കെ തന്നിട്ടുണ്ട്. ജാൻവി ചെറിയ കുട്ടികളെ പോലെ എണ്ണി എണ്ണി പറഞ്ഞു. അവൾ ഇപ്പൊ അനുഭവിച്ചറിയുന്ന സന്തോഷം അത് എത്രത്തോളമാണെന്ന് ജഗൻ ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയ്ക്കും ഒപ്പം കൈപിടിച്ചു നടക്കാൻ ആഗ്രഹിച്ച ആ കുഞ്ഞു കുട്ടി ഇപ്പോഴും അവളുടെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. അതവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ ജഗന് മനസ്സിലായി. പിന്നെയും എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ പറഞ്ഞു. അവളുടെ സ്വരം കേൾക്കാലോ എന്ന് കരുതി അവനും അവളെ നിരാശപ്പെടുത്താൻ നിന്നില്ല. ഇടയ്ക്ക് എപ്പോഴോ ജാൻവിക്ക് ഉറക്കം വരുന്നത് പോലെ തോന്നി. അവളുടെ വാക്കുകൾ മുറിയുന്നത് അവനറിഞ്ഞു. എടോ, തനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, താൻ കിടന്നുറങ്ങിക്ക്. ഇപ്പൊ തന്നെ മണി 12ആയി. ഈ സമയത്ത് ഇങ്ങനെ ഉറക്കം കളയുന്നത് നല്ലതല്ല. കുഞ്ഞിന് അതിന്റെ ദോഷം. അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, തൽക്കാലം എന്റെ ജാനിക്കുട്ടി കിടന്നുറങ്ങിക്കാട്ടെ. ഞാൻ നാളെ വിളിക്കാം. ലവ് യു. ലവ് യു ടു ജഗൻ. മറുവശം കോൾ കട്ടായി. കട്ടിലിന്റെ ക്രാസിയിൽ വിരിച്ചിട്ട ജഗന്റെ ആ വിയർപ്പ് മണമുള്ള ഷർട്ട് നെഞ്ചോട് അടക്കി പിടിച്ച് അതിലേക്ക് മുഖമമർത്തി ജാൻവിയും കിടന്നു. മെല്ലെ അവളുടെ മിഴികൾ നിദ്രയ്ക്ക് വഴിമാറിക്കൊടുത്തു. ഡ്രസ്സ് എടുത്ത് മടക്കി വെച്ച കൂട്ടത്തിൽ ജാൻ മിതുവായിരുന്നു ആ ടീഷർട്ട് എടുത്ത് അവളുടെ ബാഗിൽ വെച്ചത്. അതിപ്പോ ജാനിക്ക് സഹായമായി താനും. തലേന്ന് താമസിച്ച് കിടന്നതുകൊണ്ട് തന്നെ പിറ്റേന്ന് പതിവിലും താമസിച്ചാണ് ജാൻവി ഉണർന്നത്. മാനസി ഒരു വെപ്രാളത്തോടെ ജാൻവിയുടെ മുറിയിലെ കതകില് ആഞ്ഞു തട്ടുന്നുണ്ട്. ഇടയ്ക്കെപ്പോഴും ഉറക്കം മുറിഞ്ഞ ജാൻവി ആ ശബ്ദം കേട്ടുകൊണ്ടാണ് ചാടിപ്പിടിഞ്ഞെഴുന്നേറ്റത്. ജാൻവി, മോളെ, വാതിൽ തുറക്ക് മോളെ. തട്ടുന്നതിനോടൊപ്പം തന്നെ മാനസി ഉറക്ക വിളിക്കുന്നുണ്ട്. ജാൻവി പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നു. പിന്നെ മെല്ലെ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. എന്താ അമ്മേ, എന്തു പറ്റി? ജാൻവിയെ മുന്നിൽ കണ്ടപ്പോഴാണ് മാനസിക്ക് ശരിക്കും സമാധാനമായത്. ഓ, ഞാൻ ഇത്ര നേരമായി വിളിക്കുന്നു. ഇത്ര നേരമായിട്ട് വാതിൽ തുറക്കാഞ്ഞപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ കിടന്നുറങ്ങിപ്പോയമ്മേ, ജാൻവി ക്ഷീണത്തോടെ പറഞ്ഞു. എന്തു പറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഇന്നലെ ഉറങ്ങാൻ ലേറ്റായോ? പെട്ടെന്ന് മാനസി അത് ചോദിച്ചപ്പോ ജാൻവിക്ക് ഓർമ്മ വന്നത് ഇന്നലെ ഏറെ വൈകി ജഗനോട് സംസാരിച്ചിരുന്നതാണ്. കുറച്ചു ദിവസം കൂടി സ്ഥലം മാറി കിടന്നതിന്റെ ആവും. ഇന്നലെ ഉറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്ഥലം മാറി കിടന്നതിന്റെയോ അതോ ജഗൻ എടുത്തില്ലാത്തതിന്റെയോ? മാനസി ഒരു കള്ളച്ചിരിയോട് ചോദിച്ചതും ജാൻവിയുടെ ചുടികളിലും ഒരു ചിരി വിടർന്നു പോയി. ഇന്നലെ ഒരു ദിവസം കൊണ്ടാണെങ്കിലും മാനസിയും കണ്ടറിഞ്ഞതാണല്ലോ അവരിരുവരും തമ്മിലുള്ള പരസ്പര സ്നേഹവും ബോണ്ടിങ്ങുമെല്ലാം. വേഗം താഴേക്ക് വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേഗം വരണേ. അതും പറഞ്ഞുകൊണ്ട് മാനസി താഴേക്ക് നടന്നു. ചിരിയോടെ ജാൻവി ബ്രഷ് ചെയ്യാനായിട്ട് വാഷ്റൂമിൽ പോയി.
തിരികെ വന്ന് ഫോണെടുത്ത് നോക്കുമ്പോൾ തന്നെ കണ്ടിരുന്നു ജഗന്റെ മെസ്സേജസ്. അവനൊരു റിപ്ലൈ ഇട്ടുകൊണ്ട് തന്നെ ജാൻവി താഴേക്ക് നടന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മാനസിക്കൊപ്പം പുറത്തേക്ക് പോകാൻ ഡ്രസ്സ് ചെയ്യാനായി മുകളിലേക്ക് വന്നാണ് ജാൻവി. പഴയ ജീൻസൊക്കെ എടുത്തിട്ട് നോക്കുന്നുണ്ട് ജാൻവി. പക്ഷെ ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല. ഇത്തിരി വീർത്ത് ആ കുഞ്ഞു വയറിൽ ജാനി മെല്ലെ തലോടി. പിന്നെ പതിയെ കൈവെള്ളയിൽ ചുംബിച്ചുകൊണ്ട് കൈ വയറിനോട് ചേർത്ത് വെച്ചു. തത്കാലം നമുക്കേതേലും ലൂസ് ഡ്രസ് ഇടാട്ടോ, ഉള്ളിലെ കുഞ്ഞിനോടെന്നതുപോലെ അവൾ പറഞ്ഞു. ആ കബോർഡ് മൊത്തത്തിൽ ഒന്ന് തിരിഞ്ഞ് ഒരു മൾട്ടി കളറിലെ ഫ്രോക്ക് എടുത്തിട്ടു. മുട്ടപ്പം വരെയുള്ള ഇറക്കം. പക്ഷെ അവളതിൽ കംഫർട്ടബിൾ ആയിരുന്നു. മുടിയെല്ലാം കൂടി ഒന്ന് പോണിറ്റെയിൽ കെട്ടി. അധികം ചമയങ്ങളൊന്നുമില്ല. അല്പം ലിപ്സ്റ്റിക്കും ലൈറ്റായിട്ടൊരു മേക്കപ്പും. അതോടെ ഒരുക്കം പൂർത്തിയായി. ഹാൻഡ് ബാഗും ഫോണും എടുത്തുകൊണ്ട് നേരെ താഴേക്ക് നടന്നു. മാനസി എപ്പോഴത്തെയും പോലെ തന്റെ കോട്ടന്റെ കോഡ് സെറ്റാണ്. അതിലവർക്ക് വല്ലാത്തൊരു ഭംഗിയാണ്. ഏതു ഡ്രസ്സും നന്നായി ഇണങ്ങുന്ന ശരീരപ്രകൃതമാണ് മാനസിയുടേത്. ജാൻവി മനസ്സിലോർത്തു. കണ്ടാൽ തന്റെ അമ്മയാണെന്നൊന്നും പറയില്ല, ചേച്ചി അത്രേ പറയൂ. മാനസിയെ നോക്കിക്കൊണ്ട് ജാൻവി ചിന്തിച്ചത് അതാണ്. എന്താണ് കാര്യമായിട്ടൊരു ആലോചന? നമുക്ക് പോയാലോ? മാനസി ചോദിച്ചതും ജാൻവി ആവേശത്തോടെ അവർക്കൊപ്പം പുറത്തേക്ക് നടന്നു. മാനസിയാണ് ഡ്രൈവ് ചെയ്തത്. കോ ഡ്രൈവർ സീറ്റിൽ ജാൻവിയും. മോൾ ഓക്കെ അല്ലേ? ഡ്രൈവ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് മാനസി ചോദിച്ചു. ഓക്കെ ആണമ്മേ. അത് കേട്ടതും ചിരിയോടെ മാനസി വണ്ടി മുന്നോട്ടെടുത്തു. ആദ്യമായിട്ടായിരുന്നു ജാൻവിയും മാനസിയും തനിയെ ഒരു യാത്ര പോകുന്നത്. എന്നും കാണുന്ന കാഴ്ചകൾക്കൊക്കെ പതിവിലും ഭംഗി തോന്നിച്ചവൾക്ക്. ചിലപ്പോൾ ഉള്ളിലെ സന്തോഷം കൊണ്ട് കാണുന്ന കാഴ്ചകളിലും അത് പ്രതിഫലിച്ചതാകാം. ജാനി ഓർത്തു. എല്ലാരെയും ഒരു കരയ്ക്കെത്തിച്ച് തീർക്കല്ലേ. കഥ വായിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.